ഷബാസിക്ക് നന്നായി പാടിയിട്ടുണ്ട്. ഇത് ഉണ്ണിച്ചേട്ടന് വേറൊരു വേഷമാണ് ഉണ്ണിച്ചേട്ടൻ പാടിയിരിക്കുന്നത്. രണ്ടുപേരുടെ നല്ല രസമാണ്. ഒരു സിമിലാരിറ്റി അങ്ങനെ പറയാനും പറ്റില്ല. ഷബാസിക്ക് കൂടുതൽ നേസൽ കുറച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കും. ഷബാസിക്കയുടെ ഈ ഓരോ വാക്കിന്റെ ഇടയിലുള്ള ഒരു സഞ്ചാരമാണ്, ആ സഞ്ചാരമാണ് നമുക്ക് പിടികിട്ടാൻ പറ്റില്ല. ഡൈനാമിക് പുള്ളി ഇങ്ങനെ കൊടുക്കുന്ന ഒരു വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നതും ആളുടെ ഓൺ ഒരു ഇതിലാണ്. നമ്മള് യൂഷ്വലി പറയുന്ന ഒരു രീതിയിലല്ല. ഞാൻ ഒരിക്കൽ നാട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് കാസർഗോഡ് പോയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പൊ അച്ഛൻ മരിച്ച ഒരു സമയത്താണ്. അപ്പം അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ കോവിഡ് ആ ഒരു സീസണിലാണ്. അപ്പോൾ ഞാൻ ഭയങ്കര അച്ഛൻ ഇതാണ്. അപ്പോൾ ഒരു ട്രെയിനിൽ ഇതുപോലൊരു ആരോ പാട്ട് സ്പീക്കറിൽ അല്ല ഇത് ഹെഡ്ഫോൺ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ AC കമ്പാർട്ട്മെന്റും കൂടെ ആകുമ്പോൾ ഭയങ്കര ഒച്ചത്തിൽ ഈ പാട്ട് ഞാൻ മൊത്തം തീർന്നു, എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്കിത് ലെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നത് എനിക്ക് ഈ പാട്ടും കൂടെയാണ് എനിക്ക് അയ്യോ അത് എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ മാത്രമേ ഉള്ളൂ, ഇവർ രണ്ടുപേരും ഇല്ല, ഹസ്ബൻഡും മോനും ഇല്ല. പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പെട്ടെന്ന് കുറച്ച് എഴുതും, ഞാൻ ഇങ്ങനെ വരുന്ന തോന്നലുകൾ എഴുതുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പാട്ടിനെ വെച്ചിട്ട് അത് ആ കേട്ടിട്ട് എക്സ്പീരിയൻസ് വേറെ ഏതോ ആരോ പ്ലേ ചെയ്തതാണ്. ഞാനിട്ട് അതിനെ പറ്റി ഒരു കുറിപ്പൊക്കെ എഴുതി പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സമാധാനം കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ആ പാട്ട് ഭയങ്കര ഹോണ്ടിങ് ആണ്. മച്ചന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒത്തിരി BGM ഒത്തിരി ചെയ്തിട്ടുണ്ടല്ലോ, പാട്ടുകൾക്ക് ധാരാളം ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സിനിമ സ്വന്തമായിട്ടൊരു പടം, ഒരു 4-5 പടം ചെയ്തിട്ടുണ്ട്. അത് കമ്പോസ് ചെയ്താണോ? അല്ല, കമ്പോസ് ചെയ്തത്. ഒരു ചുരുള എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പാട്ട് ഉണ്ടായിരുന്നു, കമ്പോസ് ചെയ്ത് അതിറങ്ങി. KSFDC ഇറക്കിയത്, നിർമ്മിച്ച് ചെയ്ത പടം. പിന്നെ ഒരെണ്ണം 5ാമത്തെ ഒരു പടം ഇറങ്ങാനിരിക്കുന്നത് മെയ് 27 ഒക്കെ ഇറങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. ചിലർക്ക് ലൗഡ് ആയിട്ടിരിക്കുന്ന ഭയങ്കര ഇറിറ്റേഷൻ ആണ്. മച്ചനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഈ ലൗഡൊക്കെ ഭയങ്കര ദേഷ്യമുള്ള പോലെ, ദേഷ്യം ഇൻ ദ സെൻസ് ഭയങ്കര ഇറിറ്റേഷൻ വരും നമുക്ക്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഒച്ചപ്പാട് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഞാൻ അപ്പൊ അങ്ങനെ ഒരാള് ഇപ്പൊ ഒരു സിനിമയില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യേണ്ടി വരുമ്പോ അങ്ങനത്തെ ഒരു ലൗഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണ്, ഒരു സീക്വൻസ് വരുവാണ്, അതിനെങ്ങനെ പോർട്രേ ചെയ്യും? തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യും. ഞാൻ എൻജോയ് ചെയ്യും. തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നത് എൻജോയ് ചെയ്യും. വർക്ക് ചെയ്യുന്നത് കാരണം ഞാനും അവിടെ ഞാൻ അത് ചെയ്യണമല്ലോ, ലിബറൽ ആയിട്ട് ഞാൻ അത് ആ എക്സ്പീരിയൻസ് ഞാൻ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുക്കും. ഞാൻ തമാശക്കാണെങ്കിലും പറയും, ചിലവര് ഇപ്പൊ നമ്മളുടെ സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കുമ്പോ പറയും, നടന്നു പോകേണ്ട സ്ഥലത്ത് നടന്നു പോകാണ്ട് ചിലവരും വണ്ടിയൊക്കെ എടുത്തു പോകും. അപ്പൊ ഞാൻ പറയും, ഞാനത് നടന്നു എന്റെ ഒരു എക്സസൈസ് ആയിട്ട് ഞാനത് കണക്കൂട്ടി ഞാൻ. അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇതെന്റെ ഒരു നമ്മളുടെ ഒരു പേഴ്സണൽ ഒരു തോട്ട് പ്രോസസ്സും നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ. ഒരു ലൈഫിനെ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിനെ നമ്മൾ കാണുന്ന ഒരു വ്യൂ പോയിന്റ്, നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഈ വർക്കുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ട് ആവാറുണ്ടോ? അത് വർക്ക് വേറെ തന്നെ നിൽക്കുമോ? വർക്ക് വേറെ തന്നെയാണ് എനിക്ക് നിൽക്കുന്നത്. കാരണം എന്റെ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ അതുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. കാരണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുവരെ എന്റെ പ്രൊഫഷണൽ വിത്ത് പാഷൻ കൂടിയാണല്ലോ. നമ്മള് മ്യൂസിക്, എനിക്ക് എന്ത് പ്രശ്നം, എന്റെ മാനസികമായിട്ട് എനിക്ക് ഒരു സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എനിക്ക് ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കോഡ് ഇങ്ങനെ പിടിച്ചാൽ എന്റെ എല്ലാം അവിടെ തീർന്നു. വീട്ടിൽ എന്തെങ്കിലും അടിയൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ വീട്ടിലെന്താ അടിയാ, അങ്ങനെ എന്തെങ്കിലും കീബോർഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ. അവിടെ ഞാനിത് എടുത്ത് ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വീട്ടിലെ പ്രശ്നവും തീർന്നു. ഞങ്ങള് പിന്നെ അതായത് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ അറിയോ, എന്താണ് പാഷൻ അത് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടിപിടിയിൽ നിന്ന് രക്ഷ നേടാം. തീർച്ചയായിട്ടും. ഇപ്പൊ മനുഷ്യന് ഇപ്പോ എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് ഒരു ഇവോൾവിംഗ് സ്റ്റേജ് ഉണ്ടാവല്ലോ. ഇത് വേണോ അല്ല മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സർവൈവ് ചെയ്യാനുള്ള ആ റിസ്ക് ഫാക്ടർ എങ്ങനെയാണ്? കോളേജ് പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും, കോളേജ് 10ാം ക്ലാസ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്റെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു, നിന്റെ ജോലി നീ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോഴും ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് എന്റെ മേഖല ഇതല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് ഞാൻ ഡോക്ടർ എഞ്ചിനീയർ ആകാനുള്ള വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് അതിനുള്ള എനിക്ക് എന്റെ ഇത് എനിക്കറിയാമല്ലോ. പക്ഷെ ഇതാണ് എന്റെ പ്രൊഫഷണൽ ഇതാകുന്ന അവരെന്റെ കൂട്ടുകാർ പറയുമ്പോൾ ഞാൻ അതിന് ഇതല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വഴിയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കോളേജിലെത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് മനസ്സിലാക്കി. കോളേജില്
സെക്കൻഡ് ഇയർ അപ്പോൾ പ്രോഗ്രാമിന് ഒക്കെ വായിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞില്ല, ഞാൻ ഓട്ടോമാറ്റിക് ഞാൻ കുറച്ച് ബിസി ആകാൻ തുടങ്ങി ആ സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ആയിരിക്കും എൻ്റെ വഴി, ഇത് തന്നെയാണെന്ന് തോന്നി. പിന്നെ കുറച്ച് നാള് അന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. അതായത് ക്ലാസിക്കലും ട്രെയിനിങ് അങ്ങനെ ചെയ്തിട്ടില്ല? ക്ലാസിക്കല് കുറച്ച് പോയിട്ടുണ്ട്. ഞാനവിടെ നാട്ടിലൊരു മാഷിൻ്റെ പോയിട്ടുണ്ട് കുറച്ച്. ക്ലാസിക്കൽ അങ്ങനെയൊക്കെ കുറച്ച് ബേസിക്കലേ ഉള്ളു. അങ്ങനെ ഭയങ്കരമായ ഒരു ഞാൻ സുജി വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഭയങ്കര ആധികാരമായിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. അല്ല അങ്ങനെയല്ല, പക്ഷെ ഇത് ഇങ്ങനെ ഇത്രയും പഠിക്കാണ്ടെങ്കിൽ ഇത്രയും മ്യൂസിക് കൈകാര്യം ചെയ്ത് അത് ഭയങ്കര വണ്ടറാണ്. എന്തോ അങ്ങനെയൊക്കെ പറ്റും, സംഭവിക്കും. അടിപൊളി. ഇപ്പൊ മച്ചേട്ടൻ ഒരു സോളോ ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? ആഗ്രഹം ഉണ്ട്, എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഞാനത് പൂർണ്ണമായും നമ്മളൊരു സോളോയിസ്റ്റ് ആകാനുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ അതിന് ഒരിക്കലും അങ്ങനെ ഒരു പാകമായിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സോളോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കൂടുതലും അല്ലേ. ഇപ്പൊ മധുപോൾ എന്ന് പറയുന്നൊരു വ്യക്തിന് ഇപ്പോ നമ്മള് ഒരു ഇതുപോലൊരു സെഷനൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് മധുപോൾ ഇങ്ങനെ ഒരാളാണ്. അല്ല ടി വിയിൽ ധാരാളം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ റിമിയുടെ ഒക്കെ പ്രോഗ്രാംസിലൊക്കെ റിമി ട്രോളെന്നൊക്കെ കാണാറുണ്ട്, മച്ചൻ ചിരിച്ചോണ്ട് നിൽക്കുന്ന കാണാറുണ്ട്. അല്ലാതെ ആ പേരോ ഒന്നും പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ വിജയന്റെ പാട്ട് കേൾക്കുമ്പോൾ ഇത് നമ്മള് ഒരു ഫിലിം സോങ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഓഡിയൻസിനെ സംബന്ധിച്ച് ഇപ്പൊ ജോൺസൺ മാഷിന്റെ പാട്ടെടുക്കുക, അതിന്റെ BGM ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കനത്തിലുണ്ടാവും. അത് തന്നെ ഉണ്ട് ഒരു കച്ചേരി പോലെ. വേറെ പുറത്തെങ്ങും അന്വേഷിക്കണ്ട. കാരണം ഇവരുടെ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ തന്നെ നമ്മള് ഇവരുടെ രണ്ടുപേരുടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആൾക്കാരുടെ തന്നെ നമ്മൾ കുറച്ച് പാട്ടുകൾ ഒരു ദിവസം കേട്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള മാർഗം അതിൻ്റെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണെങ്കിൽ പോലും ഇപ്പൊ ദാസേട്ടൻ പാടുന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് ശ്രദ്ധിക്കുന്നത്. അതിൽ ആര് കീബോർഡ് വായിച്ചെന്ന് നമ്മൾ അറിയുന്നുണ്ടാവില്ല, ഒരുപാട് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വായിച്ചിരുന്ന ഒറ്റ പാട്ടുകൾ ഇന്ന ആളാണ്. ഇപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ പറയും, ഇത് കണ്ണൻ ചേട്ടൻ ചെയ്ത കേട്ടാന്ന് പറയുമ്പോൾ അയ്യോ ആണ്. അന്ന് അവളുടെ കുറച്ച് ലിസ്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ അവളുടെ എല്ലാ പാട്ടുകളും കണ്ണൻ ചേട്ടൻ ചെയ്ത പാട്ടുകളാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാനിങ്ങനെ പറയും, ഇത് ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ അറിയണല്ലോ ഇത്. ഇപ്പൊ പിന്നെ നമ്മൾ ക്രെഡിറ്റ്സ് നോക്കുന്നുണ്ട്. അതില്ല, ആർട്ടിസ്റ്റുകളെ തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇടയിൽ നമ്മൾ ഒരു സോങ് ഉണ്ട്, അതിന് ഈ BGM ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഓരോരോ ആർട്ടിസ്റ്റുകളും റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അത് വേണം. കാരണം നമുക്ക് ഈ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ഒരു മ്യൂസീഷ്യനെ നോക്കുമ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റിക്കളയാൻ പറ്റുന്നല്ല, അതിന് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റുന്നല്ല. ഒരു കർണാട്ടിക് ഒരു കോൺസെർട്ട് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ടീമിന്റെ ഒരു കോൺസെർട്ട് എടുക്കുകയാണെങ്കിൽ, ടീം വയലിനിസ്റ്റ് പണ്ടൊക്കെ ഒരു സൈഡിൽ അങ്ങനെ ഇങ്ങനെ ഇരുന്നത്, അപ്പൊ ടീം ഇപ്പൊ ഒപ്പം വരുത്തുന്നത് അവരെ ആ ഒരു അലൈൻമെന്റ് മാറ്റി മൂപ്പര് മൊത്തത്തിൽ ഒറ്റ സിംഗിൾ ലൈനിൽ നമ്മളെല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളത്. മ്യൂസിക്കലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ ഇരിക്കുന്നത് മുഴുവനും. അപ്പോ അവരെ ഓരോരുത്തരും അംഗീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഒരു സെറ്റ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഘടം വായിക്കുന്ന ആള് പുറകില് അങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുക. അപ്പൊ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരു ലൈനില്. അതൊരു വേറെ റെവല്യൂഷൻ ആണ്. എല്ലാരും നല്ല ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ആരാണ് ഇത്, നേരത്തെ സുജിത് പറഞ്ഞ പോലെ, ആരാ ഇത് വായിച്ച ഇത് നല്ല പീസാണല്ലോ, ഇത് ആരാ വായിച്ചെന്ന് നമുക്ക് അറിയില്ല, ആളെ അറിയാൻ പറ്റില്ല. മജൻ ഇപ്പം പാട്ടുകൾ, ഫിലിം സോങ്സ് വിജയനല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ള കമ്പോസേഴ്സ് ആരൊക്കെയാ? വിജയല്ലാണ്ട് പിന്നെ വേണിച്ചേട്ടൻ, അനിൽ ജോൺസൺ, മോഹൻ ചേട്ടൻ, വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ജസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യും. ജസ്റ്റിന് പിന്നെ നമ്മളുടെ നേരത്തെ ബിജിയുടെ ഒപ്പം അറിയുന്നതുകൊണ്ട് ജസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പേർക്ക് വേണ്ടി അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ബേൺചേട്ടൻ്റെ ഒരു പാട്ട്, ഇഷ്ടപ്പെട്ടൊരു പാട്ട്?
ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. മയിലായി പറന്നു വാ ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. ഭയങ്കര രസം. മോഹൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആഹാ. ഭയങ്കര ഇഷ്ടം എനിക്ക് ആ, നല്ല പാട്ടാണ്. ആ ഒരു സമയത്ത് ഭയങ്കര എല്ലാവരും പാടി നടന്നിരുന്ന ഒരു പാട്ടാണ്. ഗാനമേളയിലും ഒക്കെ പാടുന്ന ഒരു പാട്ടായിരുന്നു. ചേട്ടൻ ഇപ്പോ പ്രോഗ്രാമിങ് ചെയ്യുന്നുണ്ട്, BGM ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വലിയൊരു ഗോൾ ഉണ്ടാവുമല്ലോ, ആരുടെങ്കിലും ഒപ്പം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഗോളുകൾ. മജന്റെ ഭയങ്കര ഒരു മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞു. മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹം, അതായത് ഇപ്പൊ അടുത്ത നടന്നു. ഞാൻ 15 വർഷമായല്ലോ ബിജിയുടെ ഒപ്പം കൂടിയിട്ട്. അപ്പം വിജയെ കൊണ്ട് പാട്ട് പഠിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതെന്തായാലും അടുത്ത തന്നെ നടക്കും. നടന്ന് പാടി അടുത്ത ദിവസം ഇറങ്ങുന്നത്. ഓസ്ട്രേലിയയിൽ ഒരു സുഹൃത്തുണ്ട്, സാബു ജോസഫ്. സാബു എന്റെ ഭയങ്കര ഫ്രണ്ടാ. എന്നാ എങ്ങനെയെങ്കിലും മ്യൂസിക് ഡയറക്ടർ എന്താണേലും മധു സാർ ചെയ്യണം, അത് ഞങ്ങൾ സ്നേഹപൂർവ്വം സാറ് സാറെന്ന് വിളിക്കും. അപ്പൊ സാബു എന്താണേലും, അപ്പൊ സാബു ഇതിനു മുന്നേ ഒരു ആൽബം ചെയ്തപ്പോഴും എന്നെ കൊണ്ടാ മ്യൂസിക് ചെയ്തു. അപ്പൊ ഈ പ്രാവശ്യം സാബു ഒരു പാട്ട് എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നു. കോവിഡിന്റെ സമയത്തൊക്കെ അയച്ചു തന്നപ്പോ ഞാൻ വെറുതെ ചുമ്മാ ഒരു ട്യൂണൊക്കെ ഇട്ട് കൊടുത്ത് സാബുനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സാബു പല്ലവി മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം പിന്നെ അതിന്റെ അനുപല്ലവിയൊക്കെ എഴുതി. അപ്പൊ അനുപല്ലവിയൊക്കെ ഞാൻ ട്യൂൺ ചെയ്തൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ സാബു പറഞ്ഞു, സാർ നമുക്കിതൊന്ന് അത് മുന്നോട്ട് നീങ്ങിയാലാണ്. ഞാൻ പറഞ്ഞു വേണ്ട സാബു, അല്ല നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സാബു പിന്നെ ഇതൊക്കെ ഇട്ട് ഞങ്ങളത് ഫുള്ള് ഓർക്കസ്ട്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാബുവിനൊരിക്കൽ പറഞ്ഞ് പാട്ട് വലിയ കുഴപ്പമില്ലാണ്ട് വന്ന്. അപ്പോൾ സാബു പറഞ്ഞ, സാറ് നമുക്ക്, അപ്പം ഞാൻ ചോദിച്ചു നമുക്കിത് ആരാ പാടണത്? അപ്പോൾ സാബു പറഞ്ഞ്, സാറ് ബിജി സാറിൻ്റെ ഒന്ന് ചോദിക്കാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബിജിയുടെ നമ്മൾ സ്ഥിരം കാണണല്ലേ, ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പാട്ട് വെറുതെ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോൾ ചുമ്മാ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു കൊള്ളല്ലോ. ഞാൻ പറഞ്ഞു ഒന്ന് പാടുമോ ചോദിച്ചു. കുഴപ്പമില്ല ഞാൻ അയച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെ അത് ബിജി പാടി അടുത്ത ദിവസം എന്തായാലും അതറിയാം. ബിജി തന്നെ അത് വിഷ്വലൊക്കെ ചെയ്ത് ബോധിയിൽ ഇറക്കുന്നത് അല്ലേ? ബോധിയിൽ കുറെ പ്രൊഡക്ഷൻ വരുന്നുണ്ടല്ലോ. മധുചേട്ടൻ ഇപ്പോ രവീന്ദ്ര മാഷിന്റെ ഒരു മ്യൂസിക് ഒരു പാട്ട് കേൾക്കുന്നു. അപ്പൊ അതില് ഭയങ്കര പ്രത്യേകതകളായിട്ട് തോന്നുന്നത് എന്താണ്? രവീന്ദ്ര മാഷിന്റെ പാട്ടിലോട് മധുചേട്ടൻ ഒരു അടുപ്പം തോന്നുന്നത്? ചിലവര് ഒരു രാഗത്തിൽ പാട്ടുകൾ ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല ഇത് ഒരു രാഗമാണെന്ന് മനസ്സിലാവില്ല. രവീന്ദ്ര മാഷ് ചാരിയേസിൽ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് മനസ്സിലാവും, ഇത് ചാരികേശിയാണ് അല്ല മറ്റേ പാട്ടിനോട് ഈ പാട്ട് സാമ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഭയങ്കര ഒരു മാജിക് പുള്ളി കാണിക്കും. അതന്നെ ചാരികേശിലൊക്കെ പുള്ളി ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാരികേശിൽ ഇത് പറയുമ്പോഴാണല്ലോ ഇത് ചാരികേശിയാണല്ലേ, അപ്പൊ ഈ പാട്ട് അതും ചാരികേശിയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നണം. അങ്ങനെ ഭയങ്കര മാജിക് കാണിക്കും. വിജയേട്ടനുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേകത. ഹരഹരപ്രിയകളൊക്കെ ചെയ്തിട്ട് വേറെ തന്നെ ഒരു സ്റ്റൈലിൽ. ഈ പുലരുത്തു മഞ്ഞ തുള്ളിയില് അത് പാട്ടാ ദേവരാമാഷിന്റെ ചാരികേശി പറഞ്ഞപ്പോഴും പെട്ടെന്ന് ഓർത്തത്. ഭയങ്കര രസം.
അതുപോലെ കാപ്പിയില് ഒരുപാട് പാട്ട് കളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാട്ടില്ലേ, ഈ രാഗത്തില് ഇത് കാപ്പിയാണ്. ഞാനിത് സുധി പറഞ്ഞപ്പോഴാണ്, ഓ ശരിയാണല്ലോ, ഇത് കാപ്പി രാഗത്തിലാണല്ലോ ഈ പാട്ട്. നമുക്ക് എനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. അപ്പോഴാണ് കാപ്പിയാണ്. അങ്ങനെ കുറെ പരിപാടികൾ ചെയ്യും, നമുക്കൊന്നും മനസ്സിലാവില്ല പെട്ടെന്ന്. രാഗത്തിന്റെ ആരോഹണം മാത്രമല്ല അത്, സഞ്ചാരം മാത്രമല്ല അതിന്റെ അതൊന്നല്ല. നമ്മളിപ്പോ ക്ലാസിക്കലാണെങ്കിൽ പെട്ടെന്ന് കാപ്പിയിൽ ഒരു സോങ് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാപ്പിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. രാഗത്തിന്റെ ഒരു റൂട്ടിൽ തന്നെ ഭയങ്കര എവിഡന്റ് ആണ് ഇത് കാപ്പിയാണെന്നുള്ള. അങ്ങനെ കുറെ രാഗങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദോളം, കാപ്പി, ചാരുകേശി, ഇതുപോലുള്ള രാഗങ്ങൾക്ക് ഭയങ്കര എവിഡന്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് അന്വേഷിച്ച് പോകേണ്ടത് ഇതൊന്നും മനസ്സിലാവും. പക്ഷേ സിനിമയിൽ ഇത് പ്ലേസ് ചെയ്യുമ്പോഴേക്കും, സിനിമ പാട്ടുകളിലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഫ്ലേവർ ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലേ? ഉപയോഗിക്കുന്ന രീതികളാണ്, പ്രയോഗിക്കുന്ന രീതികളാണ്. അറേഞ്ച്മെന്റ്സും പരിപാടികളൊക്കെയാണ് സിനിമാറ്റിക്കില് വരുമ്പോ അത് മാറ്റം. ജോൺസൺ മാഷിന്റെ പാട്ടുകള് മച്ചേട്ടൻ, എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമല്ലാത്ത ഒരാളും ഇല്ല മലയാളികളായിട്ട്. ഇല്ല, ശരിക്കും മച്ചേട്ടൻ ഇപ്പൊ പാട്ടൊക്കെ കേട്ട് പഠിച്ച് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്തൊക്കെ ആയിരിക്കും ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഏറ്റവും, അല്ലെ? മച്ചന്റെ ചെറുപ്പത്തിലൊക്കെയാണ് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പോ അത് കേൾക്കുമ്പം ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇതിന്റെ ഓർക്കസ്ട്രേഷനിലുള്ള. ആ സമയത്ത് എങ്ങനെയാ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്? ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കീ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, ഒരു കീബോർഡ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാ ആ പാട്ടുകളൊക്കെ നോക്കി കണ്ടിട്ടുള്ളത്? അല്ല, പാട്ടുകൾ വളരെ, ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എനിക്ക് സത്യത്തിൽ പണ്ടേ തൊട്ട് എനിക്ക് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര അറേഞ്ച്മെന്റ്സും പരിപാടിയൊക്കെ ആയിരുന്നു. അത് അന്ന് ചിലപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അത് ആസ്വദിക്കാൻ. ഇതല്ല ഇഷ്ടക്കുറവുണ്ടായി, പെട്ടെന്ന് അങ്ങ് കേറില്ല ഈ സാധനം. ജോൺസൺ മാഷിന്റെ എന്ന് പറഞ്ഞാൽ മുത്ത് ഇങ്ങനെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ. മറ്റേ മധുരം ജീവ അതിൽ തുടങ്ങിയിരിക്കുന്നത് മറ്റേ ഒരു ഹാർമോണിയം പീസൊക്കെ വെച്ച്. ഇത് കേൾക്കുന്നതിന് നമ്മളിപ്പോ ആ ആൽത്തറ ആ ഇതിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു. നേരത്തെ മറ്റേ ഇത് വായിച്ച പോലെ. അതെ അതെ അതെ. ഔസേപ്പച്ചൻ സാറിന്റെ ഒരു പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡോ വെസ്റ്റേൺ ഒരു സ്റ്റൈലാണ്. അത് വേറൊരു
സുസാറിന്റെ ഒരുപാട് പാട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. പുറപ്പാടിലൊക്കെ എന്താ ചേച്ചിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത്. ആട് ആടാട് ആലിലയിൽ തള്ളികൊണ്ടും താനാനാനാടും ആട് ആട് ആടാട് ഫുൾ ബീച്ചേക്കര് താനാ താനാനാ താനാനാ താനാ താനാനാ താനാനാ താരതാദാ താനാനാനാ താനാനാ താനാനാ താനാ താനാനാ. എന്താ മെലഡി. പിന്നെ ഇപ്പൊ നമ്മൾ ആസ്പയറിംഗ് ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകൾ വരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇപ്പം കുട്ടികളാണെങ്കിലും കൂടുതലും ഇപ്പൊ പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോ ഒരു ഇൻസ്ട്രുമെന്റിന് കൂടുതലും ടെക്നിക്കൽ ആയിട്ട് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതല്ല മച്ചൻ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല ടെക്നിക്കൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ വയലിന്റെ ചില സ്ഥലത്തൊക്കെ ചില സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ജസ്റ്റ് ഒരു പടത്തിൽ അവൻ RR ചെയ്തപ്പോ വയൽ നമ്മൾ ഉപയോഗിക്കാത്ത രീതിയിൽ അവൻ വയലിന് ഉപയോഗിച്ചാണ്. വയലിന്റെ ഒരു സ്ക്രാച്ച് ഒക്കെ വെച്ചിട്ട്. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ടെക്നിക്കൽ അത് നമ്മൾ ഉൾക്കൊള്ളു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെക്നിക്കൽ ഒരു അപ്രോച്ച് ചെയ്യുന്നത്. ഞാനത് ശ്രമിക്കാറുണ്ട് ഇവരുടെ ഒപ്പം ഇതൊക്കെ നടന്ന്. അല്ല നമ്മളുടെ ഒരു ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ബേസ് മ്യൂസിക് തന്നെയാണ്, ആധാരം മ്യൂസിക് തന്നെ ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും ലൈഫ് ഉണ്ടാവില്ല, ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ചോദിച്ചത്. കുറച്ച് സൗണ്ട് ഇഫക്ട്സ് മാത്രം കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും അത് നമ്മൾക്ക് കൗതുകങ്ങളെ ഉണ്ടാക്കുള്ളൂ. നമ്മളിപ്പോ ഈ പാട്ടുകൾ ഇപ്പൊ ജോൺസൺ മാഷിന്റെയും ഔസേപ്പച്ചൻ സാറിന്റെയും രവീന്ദ്ര മാഷിന്റെ ദേവരാജൻ മാഷിന്റെ ഒക്കെ പാട്ടുകൾ നമ്മൾ വായിച്ച് ഇപ്പോഴും നമ്മളത് കേട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് അന്നത്തെ ഒരു കണ്ടന്റുകൾ ഇപ്പൊ അത്ര മ്യൂസിക്കലി അത്രയും ഡെപ്ത് നമുക്ക് കിട്ടണമെങ്കിൽ അത് മ്യൂസിക്കൽ തന്നെ വരണ്ടേ അല്ലേ. അല്ലാതെ ടെക്നിക്കൽ അപ്രോച്ച് അത് ഒരു കാരണവശാലും അതൊരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മ്യൂസിക്കലി അവെയർ ആയിരിക്കുക, എന്നിട്ട് ഇത് യൂസ് ചെയ്യുക മാത്രമാണ്. ഒപ്പം മ്യൂസിക്കും വേണം, അത് ഉറപ്പാണ്. മ്യൂസിക് ഇല്ലാണ്ട് നമ്മൾ ടെക്നോളജി മാത്രം വെച്ച് നമുക്ക് എങ്ങനെ അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ സിനിമ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പാട്ടുകളുടെ അളവ് വളരെ കുറവാണ്. ടൈമും കുറവാണ്. ഇപ്പം ടൈറ്റിൽ സോങ് അങ്ങനെ ഉണ്ട്, 1-2 പാട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ. സിനിമയിൽ ഒരു പാട്ട് ഇപ്പൊ ഫുള്ള് ചെയ്താൽ തന്നെ അതിന്റെ പകുതി ഡയലോഗും മുറിച്ച് പല്ലവി ഒരു സ്ഥലത്ത് വരും, അതിന്റെ അനുപല്ലവി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു സിനിമയിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ഒരു പാട്ടിന്. നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ പാട്ട് ഇങ്ങനെ ആയിരുന്നല്ലേ ചില പാട്ടുകൾ നമുക്ക് മനസ്സിലാവും. കാരണം സിനിമയിൽ ചിലപ്പോ ഒരു പാട്ടിന്റെ പല്ലവി ആദ്യം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അനുപല്ലവി വരുന്നത്. അത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അതിന്റെ സെക്കൻഡ് BGM വരുന്നത്, ചരണം ഉണ്ടെങ്കിൽ. ഇതിപ്പോ നമ്മളൊരു മ്യൂസീഷ്യൻ ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അങ്ങനത്തെ കൺസേൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സിനിമയിലെ പാട്ടുകൾ പണ്ടത്തെ മാതിരി വന്നിരുന്നെങ്കിൽ നല്ല. ഇപ്പൊ ഇതൊരു ലൈബ്രറിയാണ് ശരിക്കും. പക്ഷെ നമുക്കത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു മ്യൂസിക് ഡയറക്ടർ ആണ്. ചിലപ്പോ ഒരു ഡയറക്ടർ എന്താണ് ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ദൗത്യം. അത് നമ്മളിവിടെ മധുചേട്ടൻ ഇപ്പൊ കീബോർഡ് വായിക്കുന്നു, BGM ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. മധുചേട്ടൻ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു കമ്പോസർ ആവാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു തേഴ്സ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം മധുചേട്ടനപ്പം പാട്ടുകൾ ചെയ്യുമ്പോൾ വിജയേട്ടന്റെ പാട്ടിനൊരു സ്വഭാവമുണ്ട്. മധുചേട്ടന്റെ പാട്ടുകൾ വരുമ്പം ഇപ്പം ഒരു 4-5 പാട്ടുകൾ വന്നിട്ടുണ്ട്, ഇത് നമ്പർ കൂടട്ടെ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ മധുചേട്ടന്റെ ഒരു തോട്ടിൽ എങ്ങനെയായിരിക്കും വരുന്നത്? അതായത് അതിന്റെ മൊത്തത്തിലൊരു സ്റ്റൈൽ ഉണ്ടല്ലോ. സ്റ്റൈല് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ബേസിക്കലി ഒരു രാഗത്തിൽ തന്നെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. തീർച്ചയായിട്ടും. കാരണം നമ്മളല്ലാണ്ട് വെറുതെ ഒരു സിനിമ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കുറച്ച് കേട്ട് കഴിഞ്ഞ് നമ്മൾ തന്നെ സ്വയം തന്നെ മടുത്തു പോകും. ഒതന്റിസിറ്റി വേണം. നമ്മളൊരു രാഗത്തിലൂടെ ചെയ്തിപ്പോ ഇവരെല്ലാരും ചെയ്ത പോലെയൊക്കെ തന്നെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ഇപ്പം രവീന്ദ്ര മാഷിന്റെ ഒരു സ്റ്റൈല്, ഇപ്പൊ വിജയേട്ടന് വേറൊരു സ്റ്റൈല്, ഇപ്പോ
ഔസേപ്പച്ചൻ സാറിന്റെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈല്. അപ്പൊ ഇതേപോലെ നമ്മള് ഇപ്പൊ മധുചേട്ടൻ ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് വെച്ച് അതിൽ നിന്നൊരു അഡാപ്റ്റേഷൻ ഉണ്ടാവോ? നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ മെമ്മറീസ് ഉണ്ടാവോ? അല്ല മധുചേട്ടൻ റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവൂലേ? ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ പാറ്റേൺ ഒക്കെ എങ്ങനെ ഓരോന്നിനും ഓരോന്നായിരിക്കും, എന്നാലും നമുക്കൊരു ഐഡിയ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ എന്തായാലും നമുക്ക് അവിടെ നമുക്ക് നമ്മളൊരു സ്വന്തമായി വേറൊരു മ്യൂസിക് ചെയ്യുന്ന ഒരാള് ഒരു പാട്ട് ചെയ്യുമ്പോൾ ഓർക്കസ്ട്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സ്വാതന്ത്ര്യം അതിന്റെ അകത്ത് പൂർണ്ണമായിട്ടും കടത്താൻ പറ്റില്ല. എന്നാലും സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എങ്ങനെ സുജിയോടെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. സ്വന്തമായിട്ട് ചെയ്യുമ്പോ ഇന്ന ആ വരി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹം മീൻസ് അത് ബേസിക് എന്തായാലും രാഗത്തിൽ തന്നെയാണ് എനിക്ക്. ലിറിക്കിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ലിറിക്സിനെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ലിറിക്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഷാവാസൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ പുള്ളി അതിനു മുന്നേ തന്നെ എങ്ങനെ പറയും, ലിറിക്കിന്റെ ബ്യൂട്ടി ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് നമ്മൾ ആ തലത്തിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ റഫീഖ് അഹമ്മദ് സാബിന്റെ മൂപ്പരുടെ പാട്ടുകളൊക്കെ തന്നെ നമ്മള് ലിറിക്കിനെ സെപ്പറേറ്റ് എടുത്ത് കേൾക്കും. നമ്മളൊന്ന് നോക്കും ഇതെന്താ അത്രയ്ക്കും ലിറിക്കൽ ബ്യൂട്ടി, ഭയങ്കര എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ലിറിക്കൽ ബ്യൂട്ടിയാണ് മൂപ്പരുടെയൊക്കെ പാട്ടിന്. അപ്പോ അങ്ങനെ അതിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തീർച്ചയായിട്ടും ലിറിക്കൽ കേൾക്കുന്നതും കേട്ടാൽ ഇഷ്ടപ്പെടുന്ന വരികളും സാധാരണക്കാരൻ മനസ്സിലാവുന്നതായിരിക്കണം. അങ്ങനെ പറയാറുണ്ട് ആളുകൾ എഴുതുമ്പോ. കടുകട്ടി പ്രയോഗങ്ങൾ നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന എന്റെ ഒരു ബ്യൂട്ടി രസം ഉണ്ടാവില്ല. ഇപ്പൊ പണ്ടത്തെ പാട്ടുകളൊക്കെ ഡീകോഡ് ചെയ്യും ആളുകൾ, ഇത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിങ്ങനെ ഡീകോഡ് ചെയ്യും ആളുകൾ, ഇതെന്താണ് അതിന്റെ മീനിങ് എന്നൊക്കെ ചോദിച്ചിട്ട്. കട്ടിയധികം ഇപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ് ഗിരീഷ് പുത്തഞ്ചേരി, ശ്രീകുമാരൻ നമ്പി, പി ഭാസ്കരൻ മാഷിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ലിറിക്കൽ ബ്യൂട്ടി നോക്കുമ്പോൾ ഭയങ്കര റിച്ചാണ്. ഏത് കാലത്തും പാടാം, അന്നും പാടാം ഇപ്പം പാടാം. മധുചേട്ടന് ഇപ്പൊ തോന്നുന്നൊരു പാട്ടുണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു കമ്പോസറുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള? ഞാൻ ഇന്ന് രാവിലെയും കൂടെ കേട്ടിട്ടുണ്ട്. ഭയങ്കര ക്വയറ്റായിട്ടിരുന്ന് കേൾക്കാൻ പറ്റിയ പാട്ടുകളാണ്. ഇപ്പോ മധുചേട്ടൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിത്ര ചേച്ചിയുടെ കൂടെ, സുജാ ചേച്ചിയുടെ കൂട്ടത്തിലൊക്കെ ഷോസിനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, TV ഷോസിലൊക്കെ ധാരാളം ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് ജയചന്ദ്രൻ സാറ് നമ്മുടെ കൂടെ ഇല്ല, നമുക്ക് വലിയൊരു ലോസ് ആണ് ശരിക്കും. ഒരു ഭാവഗായകൻ എന്ന രീതിയില് ജയേട്ടന്റെ പാട്ടുകള് വർക്ക് ചെയ്തിട്ടുണ്ട്.